യെസ്, അവിശ്വസനീയമായിട്ടൊരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തു. ഒരു പക്ഷേ ഇത് നോർമൽ 11 വേഴ്സസ് 11 മാച്ചിലാണ് ബ്ലാസ്റ്റേഴ്സ് നേടിയെടുത്തിരുന്നെങ്കിൽ ഇത് അത്ര വലിയ വിജയമായിട്ടൊന്നും ഞാൻ പറയില്ല. കാരണം അവർക്ക് 1-2 ഫോറിൻ പ്ലേയേഴ്സ് ഇല്ലായിരുന്നു. ഒരു 70 മിനിറ്റ് ഒരു ഫോറിൻ പ്ലെയറിനെ വെച്ചാണ് കളിച്ചത്. ബട്ട് ആ ഒരു 60-70 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് 2 പ്ലേയേഴ്സ് ഇല്ല. അതായത് 9 വേഴ്സസ് 11 പ്ലെയർ വെച്ചാണ് കളിച്ചത്. എന്നിട്ട് നമ്മൾ ഒരു വിജയം നേടിയെടുത്തു. സോ അതൊരു നല്ല കാര്യം തന്നെയാണ്, അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. എന്ന് വെച്ചുകൊണ്ട് അങ്ങ് പൊക്കിയൊന്നും വിടാൻ പറ്റില്ല. 17 പോയിൻ്റേ ഉള്ളൂ. ഇനി ഒത്തിരി പോകണം. ഒരു 7-8 കളിയൊക്കെ ഇനിയും ജയിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത ലെവലിലേക്കൊക്കെ പ്ലേ ഓഫിലേക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ ഒരു പ്ലേ ഓഫ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും ഞാൻ പറയുകയാണ്, അത്രയെങ്കിലും കയറി ഒരു 2 കളിയും കൂടെ എക്സ്ട്രാ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാണാമല്ലോ. അതുകൊണ്ട് പറയുകയാണ്, എനിക്കെപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഷീൽഡ് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമാണ്. എന്തായാലും നമ്മുടെ പഞ്ചാബ് സി കോച്ച് പാനോ ഡിലംബ്രിസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം മത്സരശേഷം അത് നമുക്കൊന്ന് നോക്കാം. എന്തായാലും അദ്ദേഹം മത്സരത്തിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതുകൂടെ നമുക്കൊന്ന് നോക്കിയിട്ട് മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യം നോക്കാം. അതായത് മത്സരം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ടീമേ അല്ല. അവർക്ക് എന്താ പറയുക, ഇൻഡിവിജ്വൽ എറേസ്, അതുകൊണ്ടാണ് അവർ ഈ ഒരു പൊസിഷനിലായിപ്പോയത്. റിയലിസ്റ്റിക്കലി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ വേൾഡിൽ ഇതിലും നല്ല പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാണ് പാനോ ഡിലംബ്രിസ് പറഞ്ഞിരിക്കുന്നത്. അതല്ല, മത്സരശേഷം അദ്ദേഹം പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ടീമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്ലേയേഴ്സിൽ ആ ഒരു തീ താൻ കണ്ടിട്ടില്ല എന്നാണ് ഡിലംബ്രിസ് പറയുന്നത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും വലിയ രീതിയിൽ എന്താ പറയുക, അത്ര ഭയങ്കര രീതിയിൽ കളിച്ചിട്ടൊന്നുമില്ല. അഡ്രിയാനോയുടെ ആ ഒരു 35 യാർഡ് ഷോട്ട് അല്ലാതെ പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് പറയാനോ ഒന്നുമില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അവരുടെ പ്ലേയേഴ്സ് കുറച്ചുകൂടെ നല്ല രീതിയിൽ കളിക്കണം. നിഹാൽ സുധീഷ് കുറച്ചുകൂടെ ക്വാളിറ്റി കാണിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ആ ഒരു 1-on-1 ഒക്കെ ഒരു ക്വാളിറ്റി പ്ലെയർ ആണെങ്കിൽ ഫിനിഷ് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. ബട്ട് നിഹാൽ സുധീഷിൻ്റെ ഒരു ക്വാളിറ്റി കുറവായതുകൊണ്ടാണ് അത് ഫിനിഷ് ചെയ്യാതെ പോയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്തായാലും അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.